friends, my name is Revati Patman. Today I will conduct seminar on the topic Foreign Trade in India. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് എന്താണെന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ്. Foreign trade in India. Foreign trade is important for India because it affects the domestic economy in several ways. It enhances output, employment and income. Export provide important market outlet for a number of industries. എന്ന് വെച്ചാൽ ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ആഭ്യന്തര വ്യവസ്ഥയെ ബാധിക്കുന്നു. കൂടാതെ തന്നെ ഇത് ജോലിയും വരുമാനവും വർദ്ധിപ്പിക്കുന്നു. Exports provide important market outlet for a number of industries. Likewise, imports are a source of supply to many other industries. Exports, business earns foreign exchange for the country. In short, foreign trade contributes to economic growth of India. എന്ന് വെച്ചാൽ എക്സ്പോർട്ടിംഗ് നിരവധി വ്യവസായങ്ങൾക്ക് എംപ്ലോയി ഔട്ട്ലെറ്റുകൾ നൽകുന്നു. അതുപോലെ തന്നെ മറ്റു പല വ്യവസായങ്ങൾക്കും കയറ്റുമതി ഒരു സോഴ്സാണ്. നെക്സ്റ്റ് നമുക്ക് ഫോറിൻ ട്രേഡ് ഇന്ത്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ ദ കോമ്പോസിഷൻ ഓഫ് എക്സ്പോർട്ട്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് മെനി ചേഞ്ചസ് ടുക്ക് പ്ലേസ് ഇൻ എക്സ്പോർട്ട് ട്രേഡ്. ഇന്ത്യ എക്സ്പോർട്ടഡ് ടീ, ജൂട്ട്, ക്ലോത്ത്, iron, spices and leather before independence. Now, chemicals, ready-made garments, gems, jewelry, electrical goods, processed foods, match lines, computer software, etc. are exported along with tea, jute, and cotton textiles. Since 1991, India has emerged as a major exporter of computer software and that too to someone of the USA and Japan. India now exports over 7,500 commodities. അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം ഫോറിൻ ട്രേഡിൽ നിരവധി മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ ചായ, ചണം, തുണി, ഇരുമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയൊക്കെയായിരുന്നു കയറ്റുമതി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ രാസവസ്തുക്കൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ഇലക്ട്രോണിക്കൽ വസ്തുക്കൾ, യന്ത്രങ്ങൾ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ തുടങ്ങിയവയൊക്കെയാണ് കയറ്റുമതി ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചണം, ചായ, കോട്ടൺ എന്നിവയും കയറ്റുമതി ചെയ്യുന്നുണ്ട്. 1991 മുതൽ ഇന്ത്യ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ കയറ്റുമതിക്കാരായി മാറിയിരുന്നു. അത് USA, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കായിരുന്നു കയറ്റുമതി ചെയ്തിരുന്നത്. 7500ഓളം ചരക്കുകൾ ഈ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യായിരുന്നു. ഇതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോറിൻ ട്രേഡ് ഇൻ ഇന്ത്യൻ്റെ. നെക്സ്റ്റ്, change in the composition of imports. India imported consumer goods, medicines, textiles, motor vehicle and electrical goods before independence. After independence, imports are petroleum, steel, machines, industrial raw material, edible oils and unfinished diamonds. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ കൺസ്യൂമർ ഗുഡ്സ്, മരുന്നുകൾ, തുണിത്തരങ്ങൾ, മോട്ടോർ വാഹനങ്ങൾ, ഇലക്ട്രിക്കൽ ഗുഡ്സ് എന്നിവയൊക്കെയായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പെട്രോളിയം, ഉരുക്ക്, മെഷീൻസ്, ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസ്, ഭക്ഷ്യ എണ്ണകൾ, അൺഫിനിഷ്ഡ് ഡയമണ്ട്സ് ഇതൊക്കെയായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നത്. നെക്സ്റ്റ് വൺ, ഡയറക്ഷൻ ഓഫ് ഫോറിൻ ട്രേഡ്. Direction of foreign trade means those countries with which India has trade ties. In other words, direction of foreign trade means the countries from which your imports come and to which your export go. Before independence, India has trade relation with England and Commonwealth nations. Now, India has trade relation with USA, Japan, Russia, European Union and Organization of Petroleum exporting countries. India has trade links with almost all the regions of the world. India exports its goods to as many as 119 countries and imports 114 countries. എന്ന് വെച്ചാൽ ഫോറിൻ ട്രേഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യക്ക് ഇംഗ്ലണ്ട്, പൊതുസമ്പത്ത് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ട്. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്ക് USA, ജപ്പാൻ, റഷ്യ, യൂറോപ്യൻ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ ഓർഗനൈസേഷൻ, അതായത്
OPEC എന്നിവയും വ്യാപാര ബന്ധമുണ്ട്. എല്ലാ പ്രദേശങ്ങളായിട്ടും ഇന്ത്യക്ക് വ്യാപാര ബന്ധമുണ്ട്. ഇന്ത്യക്ക് ഇപ്പോൾ 190 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും 140 രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയുണ്ട്. ഇതാണ് ഡയറക്ഷൻ ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബാലൻസ് ഓഫ് ട്രേഡ്. Simply speaking, balance of trade means the difference between value of export and imports. Balance of payment is favorable if exports exceed independence. It was favorable to rupees 14 crore, but after independence it becomes unfavorable. It was rupees 65,741 crores. It was in 2003-04. എന്ന് വെച്ചാൽ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് കയറ്റുമതിയുടെ വാല്യൂവും വോളിയവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും കൂടുന്നെങ്കിൽ അത് പേയ്മെൻറ്റിൻ്റെ ബാലൻസിന് ഫേവറബിൾ ആയിരിക്കും. ഇത് 40 കോടി രൂപയ്ക്ക് ഫേവറബിൾ ആയിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് അൺഫേവറബിൾ ആയി മാറി. 2003-04 ഇത് 65,741 കോടി രൂപയായിരുന്നു. നെക്സ്റ്റ് വൺ, ഡിപ്പെൻഡൻറ്റ് ട്രേഡ്. Before independence, Indian foreign trade was dependent on foreign shipping. Insurance and banking companies after independence, cargo ships are being built in India. Banks and insurance companies have started taking interest in foreign trade. അതായത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ഫോറിൻ ഷിപ്പിങ്ങിനെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇൻഷുറൻസും ബാങ്കിങ് കമ്പനികളും ഇന്ത്യയിലേക്ക് ചരക്ക് കപ്പലുകൾ നിർമ്മിക്കാൻ തുടങ്ങി. ഇൻഷുറൻസ് കമ്പനികളും വിദേശ വ്യാപാരത്തിൽ അന്നോട്ട് താല്പര്യം കാണിക്കാൻ തുടങ്ങി. ഇതാണ് ഡിപ്പെൻഡൻറ്റ് ട്രേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ട്രേഡ് ത്രൂ സിയർ റൂട്ട്സ്. India's foreign trade is through sea routes. India has a very little trade relation with neighboring countries like Nepal, Afghanistan, Pakistan, Bhutan, Sri Lanka, etc. About 95% of India's trade is done through sea routes. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വിദേശ വ്യാപാരം കടൽ വഴികളിലൂടെയാണ്. അയൽരാജ്യങ്ങളായ നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക തുടങ്ങിയവയുമായി ഇന്ത്യക്ക് വ്യാപാര ബന്ധമുണ്ട്. ഇന്ത്യയുടെ 95% വ്യാപാരം നടക്കുന്നത് കടൽ വഴികളിലൂടെയാണ്. നെക്സ്റ്റ് വൺ, ഡിപ്പെൻഡൻസ് ഓൺ എ ഫ്യൂ പോർട്സ്. ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ഈസ് ത്രൂ Chennai, Kolkata and Mumbai ports. These ports are always overcrowded. After independence, ports like Kandla, Cochin and Visakhapatnam have been developed. We have only 12 major ports along with the coast of India, which handle about 90% over the seas trade of India. അതായത് ചെന്നൈ, കൊൽക്കത്ത, മുംബൈ എന്നീ തുറമുഖങ്ങൾ വഴിയാണ് ഫോറിൻ ട്രേഡ് നടത്തുന്നത്. ഇവ സ്വാതന്ത്ര്യത്തിന് ശേഷം കൊച്ചിൻ, കല്ല, വിശാഖപട്ടണം തുടങ്ങിയ തുറമുഖങ്ങൾ വികസിപ്പിച്ചെടുത്തിരുന്നു. ഇന്ത്യയുടെ തീരത്ത് 12 മേജർ പോർട്ടുകളേ ഉള്ളൂ. ഇത് ഇന്ത്യയുടെ കടൽ വ്യാപാരത്തേക്കാൾ 90% കൈകാര്യം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ലെസ് പെർസെൻറ്റേജ് ഓഫ് വേൾഡ് ട്രേഡ്. India has about 16% of world's population, but her share in world overseas trade is less than 1%. India's share in world trade has been diminishing. It was 1.8% of world's total imports in 1950-51. In 2003-04, India's share in total world imports was 1% and into total world export was 0.8%. ലോക ജനസംഖ്യയുടെ 16% ഇന്ത്യയിലുള്ളത്. എന്നാൽ സമുദ്ര വ്യാപാരത്തിന് ലോകത്തിൽ അവയുടെ പങ്ക് 1%-ത്തേക്കാൾ കുറവാണ്. അതായത് ലോക വ്യാപാരത്തിൽ ഇന്ത്യയുടെ പങ്ക് കുറഞ്ഞു വരികയാണ്. 2003-04 1950-50 ലോകത്തിൻ്റെ മൊത്തം ഇറക്കുമതിയുടെ 1.8% ഇന്ത്യയിൽ മൊത്തം ഇറക്കുമതി 1% മൊത്തം കയറ്റുമതിയിൽ 0.8% നെക്സ്റ്റ് വൺ, ഇൻക്രീസ്ഡ് ഷെയർ ഇൻ ഗ്രോസ് നാഷണൽ ഇൻകം.
Foreign trade has significant contribution in Indian national income. In 1950-51, India's gross contribution into national income was 12% and rose 25 in 2003-4. എന്ന് വെച്ചാൽ ഇന്ത്യൻ ദേശീയ വരുമാനത്തിൽ ഫോറിൻ ട്രേഡിന് കാര്യമായ കോൺട്രിബ്യൂഷൻ ആണുള്ളത്. 1950-51 ദേശീയ വരുമാനത്തിൽ ഇന്ത്യയുടെ സംഭാവന എന്ന് പറയുന്നത് 12% ആയിരുന്നു. എന്നാൽ 2003-4 ഇത് 29% ഉയർന്നിരുന്നു. ഇതാണ് ഇൻക്രീസ്ഡ് ഇൻ ഷെയറിംഗ് ഡോസ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻക്രീസ് ഇൻ വാല്യൂ ആൻഡ് വോളിയം ഓഫ് ട്രേഡ്. The value and volume of imports and export increased many-fold. In 1951, imports were rupees 608 crores and export were rupees 606 crores. So total value was rupees 12,214 crores in 2003-4. It increased rupees 6,55,475 crores. Value of were rupees 2,93,367 crore. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും വാല്യൂം വോളിയം ഒരുപാട് വർദ്ധിച്ചിരുന്നു. 1950-51 ഇറക്കുമതി 608 കോടി രൂപയും കയറ്റുമതി 606 കോടി രൂപയായിരുന്നു. 2003-4 ഇത് 6,52,475 കോടി രൂപയായി ഉയർന്നു. കയറ്റുമതി എന്ന് പറയുന്നത് 2,93,367 രൂപയുമായിരുന്നു. ഇതാണ് ഇൻക്രീസ് ഇൻ വാല്യൂ ആൻഡ് വോളിയം ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോറിൻ ട്രേഡ് ഇന്ത്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സെമിനാർ പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.